വെറുതെ കുറെ വാരി വലിച്ച് പഠിച്ചെന്ന് വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പഠിക്കാൻ ഇരിക്കുമോ ഇരുന്നിരിക്കണം. നീ പഠിക്കണ്ട മോനെ, ഞാൻ ഇവിടെ ഇരിക്കും, നിങ്ങൾ ഇനി കാണേണ്ട ആവശ്യമില്ല. ഹലോ മക്കൾസ്, നമ്മളുടെ പല കുട്ടികളും അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ അല്ലാണ്ടേയും ഒക്കെ DM അയച്ച് ചോദിക്കുന്ന ഒരു മെസ്സേജാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്, മിസ്സേ ടോപ്പർ ആവാൻ എന്താ ചെയ്യുക? എനിക്ക് നന്നായിട്ട് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പഠിച്ചിട്ട് എവിടെ എത്തുന്നില്ല, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം അധികം എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 9th 10th എത്തുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ 10th എത്തിയിട്ട് ഒരു കുട്ടി പറയുകയാണ്, എനിക്ക് കൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല മിസ്സേ, എനിക്ക് മാത്സിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നില്ല മിസ്സേ, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്സിൽ ഓരോ കൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയുന്നില്ല മിസ്സേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ഇവർക്കൊക്കെ ഇത് മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇവരെ പോലെ തന്നെയുള്ള ഒരുപാട് കുട്ടികൾ അപ്പുറത്തെ സൈഡിൽ ഇതൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് കുറച്ച് കുട്ടികൾക്ക് മാത്രം ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും കൂടുതൽ അറിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾ, ഒരു ക്ലാസ്സിൽ ഏറ്റവും അടിപൊളി മക്കളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കിടിലൻ മക്കളായിട്ട് ദ ടോപ്പർ ലിസ്റ്റിൽ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അവർ കുറച്ച് അവരുടെ ലൈഫിൽ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഈ ടോപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചിട്ട് ഒരു ദിവസം ടോപ്പറായിട്ട് വരുന്ന കുട്ടികളല്ല. ഈ പറയുന്ന കുട്ടികൾ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് ജേർണിയിൽ, അവരുടെ ഈ ഒരു സ്റ്റഡി ജേർണിയിൽ അവർ കൃത്യമായ പ്ലാൻസ് ഫോളോ ചെയ്യുന്നുണ്ട്, കൃത്യമായ സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള 5 മെയിൻ സ്റ്റെപ്സ് അല്ലെങ്കിൽ ദ 5 ways ടു ബി സക്സസ്ഫുൾ എന്നുള്ളൊരു സാധനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് ജേർണിയിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണോ, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് മാറണോ, ഇഫ് യു വോണ്ട് ടു ബി എ ടോപ്പർ, ഞാൻ പറയുന്ന ഒരു 5 കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ വീഡിയോ മുന്നോട്ട് കണ്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ഡൗൺ ഹിയർ. നിങ്ങൾ ഇനി കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡ്രീമോ നിങ്ങളുടെ സ്വപ്നങ്ങളോ ഒന്നും നിങ്ങളെ തേടി വരാനും പോകുന്നില്ല. യു വിൽ ബി സെറ്റിലിംഗ് ആസ് ആവറേജ്. അങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ യു ക്യാൻ എക്സിറ്റ് ദ വീഡിയോ നൗ ഇറ്റ് സെൽഫ്. അതല്ല, നിങ്ങൾക്കൊരു ടോപ്പറായിട്ട് മാറണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസും സ്വപ്നങ്ങളും എല്ലാം അച്ചീവ് ചെയ്യണം, നിങ്ങൾക്കൊരു സംഭവമായിട്ട് മാറണം, നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് പ്രൗഡാക്കണം. ഇന്ന് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ നോക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി സൗകര്യങ്ങളോട് കൂടെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റണം. നിങ്ങളുടെ ലൈഫിൽ ഓരോരോ ഡ്രീംസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. ആ സൂപ്പർ കാർ എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത്രയും പൈസ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള ലെവലിലൊക്കെ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, if you want to be that successful, ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ അത്രയും അടിപൊളിയായിട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കണം ഇനി അങ്ങോട്ട് വീഡിയോ കേൾക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് ക്ലീഷ് ആയിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസിസ്റ്റൻസി, ദ പവർ ഓഫ് ഷോയിങ് അപ്പ് അല്ലെങ്കിൽ ദ പവർ ഓഫ് ഡെയിലി എഫേർട്ട്. നിങ്ങൾ വിചാരിക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല കുട്ടികൾക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങളുടെ കേസിൽ തന്നെ ഇപ്പം നിങ്ങളുടെ എക്സാം ഇതേ കഴിഞ്ഞു. ഈ എക്സാം കഴിയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒട്ടുമിക്ക കുട്ടികളുടെ മനസ്സിൽ എന്താണ്, ഒന്ന് കുറച്ച് ഞാൻ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, എല്ലാ ദിവസവും എടുക്കുന്നത് ഞാൻ അന്നന്ന് പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഈ പറയുന്ന എല്ലാ പോർഷൻസും കൂടെ ഒറ്റ ദിവസം ഇരുന്ന് പഠിക്കേണ്ട ഗതികേട് വരൂലായിരുന്നു. നമ്മൾ ആലോചിക്കുന്ന ഒരു സമയമുണ്ട് ഇല്ലേ? ഈ സമയത്താണ് നമ്മൾ ഈ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഡെയിലി എഫേർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എല്ലാ ദിവസവും ദ പവർ ഓഫ് ഷോയിങ് അപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് എഫേർട്ട് ഇടുന്ന കുട്ടികളാണ് ടോപ്പേഴ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികളെ എടുക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ദിവസം നിങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ, ദിവസം പോയിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് പഠിച്ച് അവർ ആ ഹോം വർക്ക്സ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന കുട്ടികളാണ്. സോ ഈ ഒരു കൺസിസ്റ്റൻസി, എല്ലാ ദിവസവും നിങ്ങൾക്ക് എത്ര മടിയുണ്ടെങ്കിലും, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ദ ആക്ട് ഓഫ് ഷോയിങ് അപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമോ ഇരുന്നിരിക്കണം. ആ ലെവലുള്ള ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഡെയിലി ആണത്, 2 ദിവസം ഇടവിട്ടോ 3 ദിവസം ഇടവിട്ടോ അല്ല, ഇറ്റ്സ് ഡെയിലി എഫേർട്സ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ഷൻ, നോ യുവർ ഡെസ്റ്റിനേഷൻ. വെറുതെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് പഠിക്കലല്ല. എന്തെങ്കിലുമൊക്കെ ആയിത്തീരും, ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ പോട്ടെ എന്നുള്ള വിചാരിച്ചിട്ടല്ല പഠിക്കുന്നത്. സെറ്റ് എ ഗോൾ ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തായിത്തീരും, നിങ്ങൾക്ക് എന്തായിട്ട് മാറണം. നിങ്ങൾ ഒരുപാട് ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ChatGPT നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കരിയേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഒരു ഗോൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാം. നിങ്ങൾ എന്തായി തീരണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചുറപ്പിക്കും. ഇഫ് യു വോണ്ട് ടു ബി എ ഡോക്ടർ, ഇഫ് യു വോണ്ട് ടു ബി എൻ എഞ്ചിനീയർ, ഇഫ് യു വോണ്ട് ടു ബി എ ഡാറ്റാ സയന്റിസ്റ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഏറ്റവും വലിയ പൊസിഷൻസ് ഏതാണോ ആ സാധനം കണ്ടെത്തുക. ആ പൊസിഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കരിയറിന് വേണ്ടി, ഒരിക്കലും ഞാൻ പറയില്ല ഇറ്റ്സ് നോട്ട് ഫോർ ദ പൊസിഷൻ, ഇറ്റ്സ് ഫോർ ദ കരിയർ. നിങ്ങളുടെ ആ കരിയറിന് വേണ്ടിയുള്ള ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ഡെസ്റ്റിനേഷൻ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എവിടെ എത്തിപ്പെടണം എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. And the third most important thing എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക്.
സ്മാർട്ട് വർക്ക് ആണ്. എഫിഷ്യൻസി മീറ്റ് എഫക്റ്റീവ്നെസ്. വെറുതെ കുറെ വാരി വലിച്ച് പഠിച്ചെന്ന് വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മളെപ്പോഴും പറയും ഹാർഡ് വർക്ക് ചെയ്യണം. യെസ്, ഹാർഡ് വർക്ക് വേണം, പക്ഷേ എലോങ് വിത്ത് സ്മാർട്ട് വർക്ക്. അപ്പോഴാണ് അത് സ്മാർട്ട് വർക്ക് ആയിട്ട് മാറുന്നത്. അല്ലാണ്ട് ഹാർഡ് വർക്ക് മാത്രം ചെയ്ത് ഈ കാലത്ത് നമ്മൾ എവിടെ എത്തില്ല. ഓക്കെ, സോ എഫിഷ്യൻ്റ് ആയിട്ട് എത്രത്തോളം സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്മാർട്ടായിട്ട്, അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എവിടെയോ പോയി എന്തോ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഡയറക്ഷൻ കാണിച്ചു തന്ന് ആ കറക്റ്റ് സ്ട്രാറ്റജികൾ പറഞ്ഞു തരുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അത് സ്മാർട്ട് വർക്കാണ്. ക്ലിയർ? നമ്മളുടെ എജുപോർട്ട് ആപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡാപ്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ തരുന്നുണ്ട്. അത് സ്മാർട്ട് വർക്കാണ്. നിങ്ങളുടെ പഠിക്കുന്ന ഡയറക്ഷനിൽ കുറച്ച് ട്രിക്കുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഹാർഡ് വർക്കിന് അത്രയും ഒരു 50% റിസൾട്ട് കിട്ടേണ്ടടുത്ത് നിങ്ങൾക്ക് 100% റിസൾട്ടാണ് കിട്ടുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഈസ് സ്മാർട്ട് വർക്ക്. അപ്പോൾ ആ സ്മാർട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ചിട്ട് പഠിക്കാണ്ട് വെറുതെ എക്സാമിൻ്റെ തലേന്ന് 4 ക്വസ്റ്റ്യൻ നോക്കി പോവുക, ഇതല്ല സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്ട്രാറ്റജിക് ആയിട്ട് അത്രയും പ്രിപ്പയർഡ് ആയിട്ട് അത്രയും ലെവലിൽ പഠിച്ചെടുക്കുന്നതിനാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഏർലി സ്റ്റാർട്ട്. നിങ്ങൾക്കറിയാം, ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പബ്ലിക് എക്സാമിൻ്റെ തലേന്ന് വന്നിട്ട് ചോദിക്കും, മിസ്സേ ഇനി പഠിച്ചാൽ ഫുൾ A+ കിട്ടും. അപ്പം ഞാൻ അവനോട് പറയും, നീ പഠിക്കണ്ട മോനെ, ഞാൻ അവിടെ ഇരിക്കും, ഇത്രയും കാലം നീ കിടന്നുറങ്ങിയില്ല, ആ 10 വെച്ച് അവിടെ കിടന്നുറങ്ങിക്കോ എന്ന് ഞാൻ പറയലുണ്ട്. ബിക്കോസ് ഏർലി സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നേരത്തെ തുടങ്ങിയവന് മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അവസാനം കൊണ്ടുവച്ചിട്ട് മല മറിക്കാൻ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. സോ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സ് ആണെങ്കിലും വലിയ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും നേരത്തെ തുടങ്ങിയ ആൾക്കാരാണ്. ദേ സ്റ്റാർട്ടഡ് ഏർലി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പം നീറ്റിൻ്റെ റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് നീറ്റിൽ ഫസ്റ്റ് റാങ്ക്, ഇന്ത്യയിലെ ഫസ്റ്റ് റാങ്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന എക്സാമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നത് പ്ലസ് ടുവിൻ്റെ കൂടെ നീറ്റ് എഴുതുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇവർക്കൊക്കെ വെറുതെ കിട്ടുന്നതാണോ? അല്ല. നമ്മൾ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഇവരൊക്കെ 8th മുതൽ 6th മുതൽ 5th മുതൽ അല്ലെങ്കിൽ 3rd സ്റ്റാൻഡേർഡ് മുതൽ ഈവൻ 3rd സ്റ്റാൻഡേർഡ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ ഫൗണ്ടേഷൻ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളാണ്. സോ അവർ നേരത്തെ തുടങ്ങിയ ആൾക്കാരാണ്. അവർക്കൊരു ഡ്രീം ഉണ്ട്, അവർക്കൊരു ലക്ഷ്യമുണ്ട്, അവർക്കൊരു സ്വപ്നമുണ്ട്. ദി വോണ്ട് ടു ബി എ ഡോക്ടർ. അവർ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതിനുവേണ്ടി അവർ 5th ആവട്ടെ 6th ആവട്ടെ 7th ആവട്ടെ 8th ആവട്ടെ അവർ ആ സമയം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സസ് പഠിക്കുന്നുണ്ട്. ആ സമയം മുതൽ അവർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ റിപ്പീറ്റ് ചെയ്യേണ്ട അത്രയും ഹാർഡ്ഷിപ്പ് വരുന്ന ആ ഒരു വർഷമാണ് അവർ സേവ് ചെയ്യുന്നത്. നേരത്തെ തുടങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ബേർഡൻ ആണെന്ന്. അല്ല, നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ ഒന്ന് ലെവലപ്പ് ചെയ്യുക. ഇത് മാത്രമേ നമ്മൾ ഫൗണ്ടേഷനിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ ആ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ഏർലി സ്റ്റാർട്ടിംഗ് ആണ് എന്ത് ഇതിലെ 4ാമത്തെ കാര്യം. ആൻഡ് 5ാമത്തെ കാര്യം ഒബ്വിയസ്ലി ആ ഒരു ഫൗണ്ടേഷൻ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിനെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് ഇത് ഒരിക്കലും ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫൗണ്ടേഷനെ കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല കുട്ടികളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ഇന്ത്യയിലെ ടോപ്പ് എക്സാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ മലയാളി കുട്ടികളുടെ ചാൻസ് അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത് ഒരു 19 റാങ്കിൻ്റെ താഴെയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബാക്കിലാണ്. ഒരിക്കലും നമുക്ക് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഏറ്റവും ഫസ്റ്റിലേക്ക് എത്താൻ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇവിടുത്തെ കുട്ടികൾക്ക് എന്തിനെക്കുറിച്ച് അറിയില്ല. ഇതുപോലത്തെ ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. വളരെ വാല്യൂഡ് ആയിട്ടുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ പഠിക്കുന്ന നോർത്തിലുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അടിപൊളിയായിട്ട് ഇത് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇവിടെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ റീജിയനിലുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ലാക്ക് ഓഫ് എന്താ പറയുക ഫൗണ്ടേഷൻ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഫൗണ്ടേഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തരാമെന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു കേരളത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളെപ്പോലെ ഒരുപാട് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഏർലി സ്റ്റാർട്ടിൽ അവരുടെ ഏർലി സ്റ്റേജസിൽ ഇവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അത് ഞങ്ങൾക്ക് അത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ഫൗണ്ടേഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഒളിമ്പ്യാഡ്സ് ഉണ്ട്, JEE എക്സാംസ്, നീറ്റ്, ഐസർ, IIS ഇതുപോലത്തെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുന്നുണ്ട്. ഈ എക്സാംസിലൊക്കെ നമ്മൾ ബാക്കൗട്ടായിട്ട് പോകാനുള്ള മെയിൻ റീസൺ എന്താണ്, നമുക്ക് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇല്ല എന്നുള്ളതാണ്. +1 +2 വരെ നമ്മൾ എന്തോ ലോക്കൽ പഠിത്തം പഠിച്ചിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ വലിയ ലെവൽ അങ്ങോട്ട് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പലരും അവിടെ എന്ത് ചെയ്യും, പൊട്ടിപ്പോകും. സോ അത് നമ്മൾക്ക് പറ്റരുത്. നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏർലി സ്റ്റാർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതിനുള്ള ഒരു കറക്റ്റ് ഫൗണ്ടേഷൻ കിട്ടുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ബെറ്റർ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്രയും കിടലാനായിട്ടാണ്, അത്രയും അടിപൊളിയായിട്ടാണ് നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു ആർ റെഡി ടു അച്ചീവ് യുവർ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാൻ അല്ലെങ്കിൽ ചുവടുകൾ വെക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ഡ്രീംസും ഡെസ്റ്റിനേഷൻസും നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അച്ചീവ് യുവർ ഡ്രീംസ്. വിൽ ബി ദെയർ വിത്ത് യു. വെൽക്കം ടു us.